പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപ നൽകണം. ദൈവവചനം അങ്ങയുടെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിക്കണമേ. ഇന്നത്തെ ആരാധന ഒരു വലിയ വിടുതലായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. ഞങ്ങളെ ഒന്നിച്ച് അങ്ങയുടെ പാദപീഠെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോലിയിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ആർക്കും ഒരു ഭാരമോ പ്രയാസമോ ഒന്നും ഉണ്ടാകാതെ ജോലി ചെയ്യുന്നിടത്ത്, വാഹനത്തിൽ യാത്ര ചെയ്യുന്നിടത്തൊക്കെ എല്ലാവരെയും സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, വചനം പഠിക്കുവാനായി കടന്നുപോയിരിക്കുന്ന റോയ്മോനെ, അതുപോലെ ജെർസം ബ്രദറിനെ, രൂപൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളായി അവരെ അനുഗ്രഹിക്കണം. വചനം പഠിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹവും ദൈവവേലയ്ക്ക് അതൊരു നന്മയുമായി തീരുവാൻ ദൈവിക ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യ അയച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷ വിടുതലായി തീരുവാൻ ഇടയാക്കണമേ കർത്താവെ. ദൈവം അയക്കുന്നത് വെറുതെ അല്ലല്ലോ. ദൈവത്തിന്റെ ഉദ്ദേശം അവിടുന്ന് നിവർത്തിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നതിനിടയാകാതെ അങ്ങയുടെ സന്നിധിയിൽ സ്തോത്രത്തോടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ യേശുവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതായ വലിയ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ അവിടുന്ന് ഞങ്ങളെ ാകണം, അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവിന്റെ ദാസനും നാട്ടിലായിരിക്കുന്നു. തക്ക സമയത്ത് ക്ഷേമത്തോടുകൂടെ കടന്നു വന്ന് വീണ്ടും ദൈവത്തെ സ്തുതിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് വൈകിട്ടത്തെ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം. ജനം ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ കൃപ ചെയ്യണമേ. നാളെ പകലത്തെ സഭായോഗത്തെ, തിരുമേശയൊക്കെ അനുഗ്രഹിക്കണം. ശുശ്രൂഷയ്ക്കായി ദൈവദാസനെ ബലപ്പെടുത്തണമേ. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. കൃപ പൊതിഞ്ഞ് കാക്കണം. ആദ്യ അവസാനം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിക്കണം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു അപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. പാട്ട്
കേട്ടതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന് മഹത്വം. നമുക്ക് കുറച്ച് പേർക്കായി ദൈവസേനയിൽ കടന്നു വന്ന് ഈ സൂമിലൂടെ ദൈവത്തെ ആരാധിക്കാൻ തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മധ്യേ ഇന്ന് ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സാംസൺ ഭാഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവദാസനുകളുടെ ഇടയായി. കർത്താവിന്റെ വചനം അത് ഒരിക്കലും മാറ്റമില്ലാത്ത വചനമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ, അത് ഏറ്റെടുത്ത് ദൈവസേനയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പകൽക്കാലവും കർത്താവിന്റെ ദാസൻ ദൈവവചനം അഭിഷേകത്തോടെ നിന്ന് ശുശ്രൂഷിപ്പാനുള്ള ബലം നൽകേണ്ടതിനായി, ആ വചനം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വിടുതലായി തീരേണ്ടതിനായി ദൈവദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് അല്പസമയമായിരിക്കാം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും, പ്രത്യേകിച്ച് സഭയെ മുന്നോട്ട് നയിക്കുവാൻ മുൻപതി നിൽക്കുന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ എല്ലാവർക്കും ഇന്ന് രാവിലെ എൻ്റെ വന്ദനം ചൊല്ലുന്നു. പ്രിയ ബെൻസൺ പാസ്റ്റർ ഇല്ലല്ലോ, ദാസനില്ല എന്നുള്ളൊരു കുറവ് സഭയ്ക്ക് തോന്നാതെ ദൈവാസമയത്ത് സഭയിലെ മൂപ്പന്മാരെ എല്ലാം എടുത്ത് ഉപയോഗിച്ച് എല്ലാ മീറ്റിങ്ങുകളും നടത്തിക്കൊണ്ടിരിക്കുന്നവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അല്പനേരം ദൈവത്തിന്റെ പാദപീഠത്തിൽ ദൈവവചനത്തിൽ നമ്മൾക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം എല്ലാവരും തുറന്നെങ്കിൽ മാത്രമേ ഇന്ന് ഞാൻ പറയുന്ന വചനം നിങ്ങൾക്കൊന്ന് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും വേദപുസ്തകം ഒന്ന് തുറക്കുക. അത് ആർക്കെങ്കിലും വായിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു തരുകയാണെങ്കിൽ വേഗത്തിൽ അതിനെ നമുക്ക് ഒരുമിച്ച് വചനം നമുക്ക് ചിന്തിക്കാം. അതിനായി ന്യായാധിപന്മാരുടെ പുസ്തകം, ജഡ്ജസ്, അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. ജഡ്ജസ് ചാപ്റ്റർ 2 വേഴ്സ് 7. യോശുവയുടെ കാലത്തൊക്കെ യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. ജോഷുവയുടെ ആ തലമുറ, മോശ കഴിഞ്ഞിട്ട് അടുത്ത ജോഷുവയുടെ ഒരു തലമുറ വന്ന് നിൽക്കുക. ആ തലമുറയും ദൈവത്തെ വ്യക്തമായി കർത്താവിൽ വിശ്വസിച്ചു ആശ്രയിച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണമുണ്ട്. ഈ ജോഷുവയുടെ തലമുറയിൽ അവർ ദൈവത്തെ ഇത്രത്തോളം വിശ്വസിക്കുവാനും അനുസരിക്കുവാനും കാരണം അവരുടെ ജീവിതത്തിലെല്ലാം യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആവർത്തന പുസ്തകം 7-ന്റെ 7-ാം വാക്യം, 7-ന്റെ 7, നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാൾ പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്, നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രൈമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ഇസ്രായേൽ ജനത്തിന് വലിയ സൈന്യബലമോ വലിയ ജനമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അവിടെ ശത്രുക്കൾ കടലിന്റെ തീരത്തുള്ള മണൽ പോലെ അനേക രഥങ്ങളും അനേക സൈന്യങ്ങളും ഉള്ളവരായിരുന്നു ഇസ്രായേലിന്റെ ജനത്തിന് എതിരെ വന്ന ശത്രുക്കൾ. അപ്പോൾ അവിടെ എല്ലാം ദൈവം ഇറങ്ങി വന്ന അത്ഭുതങ്ങളിൽ കൂടെയാണ് ഇസ്രായേൽ ജനത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് യോശുവയുടെ ജനറേഷനെ നോക്കിയാൽ അവർ റിയലി കണ്ണുകൊണ്ട് ദൈവത്തിന്റെ വിടുതലുകൾ, കണ്ണുകൊണ്ട് തന്നെ ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് ഈ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ജീവിച്ച ഒരു തലമുറയായിരുന്നു യോശുവയുടെ ആ ജനറേഷൻ. ഇന്ന് ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, കർത്താവിനെ കണ്ടിറങ്ങി ചിരിച്ചപ്പോൾ കഷ്ടതകളും
പ്രതിസന്ധികളും വെല്ലുവിളികളും ഈ രാജ്യത്ത് കടന്നു വന്ന് മാതാപിതാക്കളെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. നമ്മൾ കടന്നു വന്ന വഴികൾ, അനേക ശോധനകൾ, പറയത്തക്ക വിദ്യാഭ്യാസമില്ലായിരുന്നു, പറയത്തക്ക ലാംഗ്വേജ് ഇല്ലായിരുന്നു, ശോധനകളും കഷ്ടതകളും വെല്ലുവിളികളും, സീറോയിൽ നിന്ന് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയതിന്റെ പിന്നിൽ വാസ്തവമായ ദൈവം നമ്മോട് കൂടി ഉണ്ടായിരുന്നു. അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി. ഈ രാജ്യത്തിലെ സിറ്റിസന്മാരോട് കൂടെ ജോലി ചെയ്യുവാൻ തക്കവണ്ണം അത്ര വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതിരുന്ന നമ്മെ ഇത്രത്തോളം ഉയർത്തി. വീട്, കാറുകൾ എല്ലാം നൽകിയതിന്റെ പിന്നിൽ നമ്മൾ നോക്കിയാൽ വാസ്തവമായി ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് 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 എത്തിയ ഒരു തലമുറ, മാതാപിതാക്കളുടെ ഒരു തലമുറയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ന്യായാധിപന്മാർ പുസ്തകം അതിന്റെ അടുത്ത 2-ാം വാക്യത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ, പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ഇപ്പോൾ നമ്മുടെ തലമുറ ഈ രാജ്യത്ത് ജനിച്ചവരുണ്ട്, നമ്മുടെ തലമുറകൾ ഈ രാജ്യത്ത് ഇപ്പോഴുണ്ട്. അവർ ജനിച്ചു വീണപ്പോഴേ ലക്ഷറിയിലാ ജനിച്ചു വീണത്. കാറിന് കാറ്, വീടിന് വീട്, ജോലിക്ക് ജോലി, എല്ലാവർക്കുണ്ട്. മാതാപിതാക്കൾ അനുഭവിച്ച യുദ്ധങ്ങളോ കഷ്ടതകളോ അവരുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ അവർക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്തുതിച്ചാരാധിച്ചതുപോലെ, ഉപസിച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ അവർക്കിന്ന് അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മളെക്കാൾ എഡ്യൂക്കേഷൻ അവർക്കുണ്ട്, നമ്മളെക്കാൾ അവർക്ക് നല്ല ജോലിയുണ്ട്, നമ്മളെക്കാൾ പണമുണ്ട്. ഈ അത്യാധുനിക യുഗത്തിലെ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാനുള്ള എല്ലാ കഴിവുകളും അവർക്കുണ്ട്. അവരുടെ ജീവിതം കംഫർട്ട് സോണിൽ പോകുന്നത് കൊണ്ട് തൻ്റെ അപ്പനും അമ്മയും ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ അവർക്ക് ആശ്രയിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ യുദ്ധമില്ലായിരുന്നു, അവരുടെ ജീവിതത്തിൽ കഷ്ടത എന്തെന്ന് അറിയത്തില്ലായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണമേ, അങ്ങനെ ഒരു 2 ജനറേഷനിൽ നിന്ന് ഇരിക്കുക. നിങ്ങളും നിങ്ങളുടെ തലമുറകളും തമ്മിൽ രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ തലമുറ അന്യഭാഷയും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, അവർ മൗനമായി ഇരിക്കുന്നു, കൈയടിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ഉപസിക്കേണ്ടതുപോലെ അവർ ഉപസിക്കേണ്ട കാര്യമില്ല. അവർ കംഫർട്ട് സോണിൽ ജീവിക്കുകയാണ്. കാരണം അവരുടെ പേഴ്സണൽ ലൈഫിൽ യുദ്ധമില്ല. എന്നാൽ ദൈവം പറയുന്നു ചാപ്റ്റർ 3 അതിലെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെയൊക്കെയും പരീക്ഷിക്കേണ്ടതിന് യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിന് വേണ്ടി യഹോവ വെച്ചിരുന്ന ജാതികളായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നമ്മുടെ തലമുറകളും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ, ഉപസിച്ചതുപോലെ നിലവിളിക്കേണ്ട ഒരു ടൈം നമ്മുടെ തലമുറയുടെ മുമ്പിലും ദൈവം വെച്ചിട്ടുണ്ട്. എന്ന് കംഫോർട്ട് സോൺ അല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഈ അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ രാവിലെ നമ്മുടെ കുഞ്ഞുങ്ങളെ കോളേജിലേക്ക്, സ്കൂളിലേക്ക് വിട്ടു. നമ്മുടെ തലമുറയോട് നമ്മൾ പഠിപ്പിച്ചത്, മോനെ രാത്രി 7 മണിയാകുമ്പോൾ നീ തിരിച്ചു വീട്ടിൽ വരണം. അതുപോലെ കർശനമായി പഠിപ്പിച്ച്, അന്നൊക്കെ നമ്മൾ മക്കളെ വഴക്ക് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. എപ്പോഴും എന്തോ ഡാഡി എന്നെ അങ്ങ് ഡിസിപ്ലിൻ ചെയ്ത്, അവർക്ക് ഡിസിപ്ലിൻ ഇഷ്ടമേ അല്ല. എപ്പോഴും വഴക്ക്, പ്രാർത്ഥിക്കുന്നില്ല, ഉപസിക്കുന്നില്ല, കരയുന്നില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം കുറ്റം പറഞ്ഞവരെ. കാരണം നമുക്കറിയാം ഈ രാജ്യത്തിന്റെ കാര്യങ്ങൾ. എന്നാൽ അവർ വളർന്നു വന്നു അവരുടെ തലമുറകളായപ്പോഴേക്കും
പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം രാവിലെ അവർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ വൈകിട്ട് അവരുടെ സ്കൂളിൽ നിന്ന് വീട്ടിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കോളേജുകളിൽ, സ്കൂളുകളിൽ എല്ലാം ഷൂട്ടിങ്ങും വിചാരിക്കുന്ന പോലെ അല്ല. കോളേജ് സ്കൂൾ അന്തരീക്ഷങ്ങൾ മാറി. നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ സ്ട്രീറ്റുകൾ ഇന്ന് നമുക്ക് അനുകൂലമല്ല. മാളുകൾ, ഈവൻ ചർച്ച് പോലും അനുകൂലമല്ലാത്ത രീതിയിൽ ശത്രുവിന്റെ അനേക പ്രതിസന്ധികളും നോഹയുടെ കാലഘട്ടം പോലെ, ലോത്തിന്റെ കാലഘട്ടം പോലെ ഈ രാജ്യവും ഇപ്പോൾ ആയിരിക്കുന്നു. ദൈവമില്ലാത്തൊരു തലമുറ. ആമേൻ, ആമേൻ. ചർച്ചകളിൽ ആരാധന ഇല്ലാത്തൊരു തലമുറയിലേക്ക് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ വാസ്തവമായി നമ്മുടെ തലമുറകളും കരയേണ്ട സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അന്ന് നമ്മൾ നമ്മുടെ തലമുറകളോട് സംസാരിച്ചവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇന്ന് അവർ നെടുവീപ്പോടെ കരയുന്നു തന്റെ മക്കൾക്ക് വേണ്ടി. അപ്പാ, ആണിനെ കല്യാണം കഴിക്കുന്നു, പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. ഇപ്പോൾ ട്രംപിന്റെ കാലഘട്ടത്ത് ഒരല്പം ഇതിനകത്തൊരു ആശ്വാസം ഉണ്ടെങ്കിലും മറന്നു പോകരുത്, എല്ലാം അണ്ടർഗ്രൗണ്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പുറത്തു വരും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഈ വചനം കേൾക്കുന്ന അടുത്ത തലമുറയുടെ മക്കൾ പഠിക്കാൻ പോകുന്ന സ്കൂൾ, കോളേജ്, ഈ അന്തരീക്ഷം നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് അല്ല അടുത്ത തലമുറ ഈ രാജ്യത്ത് ഫേസ് ചെയ്യാൻ പോകുന്നത്. വയസ്സായിരിക്കുന്ന, ഏറ്റവും പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ഇന്ന് പാപത്തെ പാപം എന്ന് പറയുന്ന അവർ നോ, അത് പാപമല്ല, അത് അവരുടെ ലൈഫ് സ്റ്റൈലാ, അവരുടെ സ്വാതന്ത്ര്യം. നിനക്കെന്താ വേണം? ആ രീതിയിൽ സ്വാതന്ത്ര്യത്തെ, ഫ്രീഡത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു തലമുറയാണ് അടുത്ത ജനറേഷനായിട്ട് വന്നിരിക്കുന്നത്. ഇതിന് നടുവിൽ തീർച്ചയായും ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോട് ഞാൻ പറയാം, അവരും കരയുന്നൊരു സമയമുണ്ട്. ഭർത്താവിനോട്, അച്ചായ നമ്മൾ ഉപസിക്കണം. ഞാൻ എൻ്റെ ഡാഡിയുടെ, എൻ്റെ മമ്മിയുടെ കട്ടതിന്റെ സമയത്ത് ഉപസിച്ചതെല്ലാം ഞാൻ ഓർക്കുന്നു, ഞാൻ കാണുന്നുണ്ട്. ആരാധന സ്ഥലത്ത് ചെന്ന് അവർ കൈകൾ അടിച്ച് ആരാധിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോ ഈ വിഷയത്തിന് മറുപടി വേണമെങ്കിൽ നമ്മുടെ അപ്പൻ, നമ്മുടെ അമ്മ കാണിച്ചു തന്ന മാർഗം നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. ഉപസിച്ചെങ്കിൽ മാത്രമേ തലമുറകളെ ഈ പാപത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സമയം വരുന്നുണ്ട്. നിങ്ങളിത് ചിന്തിക്കുന്നുണ്ടോ? ഇന്ന് അവർക്ക് ഉപവാസവും പ്രാർത്ഥനയും ഇതൊന്നും അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നു. അവരും മുട്ടുമടക്കുന്ന, അവരും ഉപസിക്കുന്ന, അവരും നിലവിളിക്കേണ്ട ഒരു സമയം കടന്നു വരുന്നു. കാരണം ദൈവം തന്നെ അവരുടെ ജീവിതത്തിൽ യുദ്ധങ്ങൾ വെച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. തലമുറകളെ ഈ രാജ്യത്തിൽ വചന ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ വളരണമെങ്കിൽ അവർ തന്നെ പറയും, നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന തുടങ്ങിയേ പറ്റൂ. എനിക്കതറിയാം. ഞാൻ അനേക യങ് കപ്പിൾസിനെ ഒരു നാൾ അവരെ വിളിച്ചിട്ടുണ്ട്. മോനെ, ഇന്ന് വൈകുന്നേരത്ത് പ്രാർത്ഥനയാടാ, വാ. ഓ, എനിക്ക് ടൈമില്ലെന്നേ, ബിസി. ഇന്ന് അവർ ആരും പറയുന്നില്ല. അവർ ഇങ്ങോട്ട് ഇന്ന് മീറ്റിംഗ് ഉണ്ടോ? എനിക്ക് മീറ്റിംഗിൽ വരണം. കാരണം അവർക്ക് തലമുറ വന്നപ്പോൾ, ആ കുഞ്ഞുങ്ങൾ വളരാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, വീട്ടിൻ്റെ അകത്ത് കുടുംബ പ്രാർത്ഥന ഇല്ല എങ്കിൽ, ഉപസിച്ചില്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ വളർത്താൻ പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ മുട്ടുമടക്കുവാനായി തുടങ്ങി. അതുകൊണ്ട് ദൈവം വച്ചിരിക്കുക അടുത്ത തലമുറയ്ക്ക്. ഇപ്പോൾ നോക്കുമ്പോൾ യുദ്ധം ഇല്ലെങ്കിലും ദൈവം വെച്ചിട്ടുണ്ട്. യുദ്ധം ചെയ്തേ പറ്റൂ. നിലവിളിച്ചേ പറ്റൂ. രാജ്യങ്ങളിൽ, ഈ രാജ്യത്ത്, നിങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് തന്നെ അന്തരീക്ഷങ്ങൾ മറിയാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. ഓരോ ഈ രാജ്യത്തിന്റെ ഓരോ സ്റ്റേറ്റിലേക്ക് നോക്കൂ. ക്ലൈമറ്റിന് മാറ്റം വന്നിരിക്കുന്നു, എക്കണോമിക്ക് മാറ്റം വന്നിരിക്കുന്നു. യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ, ഇതുവരെ നിങ്ങൾ ഫേസ് ചെയ്യാത്ത ചലഞ്ചുകൾ
ഇതെല്ലാം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന് നടുവിൽ സ്വസ്ഥമായൊരു കുടുംബ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തെ വിളിച്ചേ പറ്റൂ എന്ന രീതിയിൽ അടുത്ത തലമുറയ്ക്കായി ദൈവം വെച്ചിരിക്കുന്ന ചലഞ്ചുകൾ ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് രാവിലെ എന്റെ ജനം മറക്കരുത്. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ചാപ്റ്റർ 1 കടന്നു വരുമ്പോൾ, എല്ലാ വാക്യങ്ങളും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അതിന്റെ 21 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ യാക്കോബിന്റെ 12 ഗോത്രങ്ങളോടും ദൈവം പറയുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ ഗോത്രത്തിനാണ് 21-ാം വാക്യമേ ബെന്യാമീൻ ഗോത്രത്തോട് പറയുന്നു, നിങ്ങൾ യെബൂസ്യരെ നീക്കിക്കളയണം. ഓരോ ഗോത്രത്തോട് താഴോട്ട് വായിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഓരോ ഗോത്രത്തോട് പറഞ്ഞു, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ചെല്ലുമ്പോ ഇന്ന ജാതികളെ, കനാന്യരെ, യെബൂസ്യരെ നീക്കിക്കളയണം. എന്നാൽ അവർ നീക്കിക്കളഞ്ഞില്ല. ഓ, ഇത് അമേരിക്കയല്ലേ, ഇത് ഇന്ത്യയല്ല, കേരളം. ഒരു ഇച്ചിരി ഇരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അതവിടെ ഇരിക്കട്ടെ, തന്നെ കുഴപ്പമില്ല. ദൈവമാ പറഞ്ഞത് നീക്കിക്കളയണം. അവരുമായി യാതൊരു ബന്ധവും നിനക്കുണ്ടാകരുത്. കാലങ്ങൾ കഴിഞ്ഞാൽ നിന്റെ തലമുറ അവരുമായി വിവാഹം കഴിക്കും. അവരുടെ കൾച്ചറുകൾ, അവരുടെ രീതികൾ, അവരുടെ വസ്ത്രധാരണങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കും. അതുകൊണ്ട് ദൈവം പറഞ്ഞു അവർ നീക്കിക്കളയണം. ഓരോ ഗോത്രത്തോട് പറഞ്ഞു നീക്കിക്കള. ദൈവമാ പറഞ്ഞത്. പക്ഷേ അവർ നീക്കിക്കളഞ്ഞില്ല. ഓ, നമ്മുടെ ചിന്ത പോലെ, ഓ, ഇവിടെയൊക്കെ അമേരിക്ക ജീവിക്കുന്ന ഒരു ഇച്ചിരിയൊക്കെ ഇത് അവിടെ ഇരിക്കട്ടെ. ഇന്ന് അനേകരോട് സംസാരിക്കാം. പാസ്റ്റർ എന്ന് പറഞ്ഞതാ, എവിടെയാ വിശുദ്ധന്മാർ? നല്ലൊരു ചർച്ച അവിടെ ഉണ്ട്, എല്ലായിടത്തും പ്രശ്നമാണ് എന്ന് വെച്ചാൽ എനിക്കും ഇത് ചെയ്യാം, എനിക്കും ഇത് കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ ദൈവം പറഞ്ഞത് പലതും നീക്കിക്കളഞ്ഞില്ല. അവർ അത് ഏറ്റെടുത്തുകൊണ്ട് നടന്നു. ഒരു കാലത്ത് ഈ വചനം കേൾക്കുന്ന അമേരിക്കയിൽ കടന്നു വന്ന വിശുദ്ധന്മാരോട് ചോദിക്കുന്നു, ഒരു കാലത്ത് നീ കേരളക്കരയിലായിരുന്ന സമയത്ത് പലതും വേണ്ട, പല ആചാരങ്ങളും പല അനുഷ്ഠാനങ്ങളും പല അന്ധവിശ്വാസങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ഈ അമേരിക്കയിൽ വന്ന ദൈവജനമേ, ഇപ്പോൾ വിട്ട് കളഞ്ഞത് പലതും കുഴപ്പമില്ല. പണ്ടത്തെ ആചാരങ്ങൾ, പണ്ടത്തെ ഉത്സവങ്ങൾ, പണ്ടത്തെ ആഘോഷങ്ങളെല്ലാം നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. ഓർക്കണം, നിങ്ങളുടെ ഭവനത്തിൽ ഒരു തലമുറ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു. നിങ്ങളിത് നീക്കിക്കളഞ്ഞില്ല. അല്പമാകാന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നു. ഞാൻ മരിക്കുമ്പോൾ അടുത്ത തലമുറ ഒരല്പം വെച്ചിരുന്നത് ഫുള്ളായിട്ട് അവർ ഏറ്റെടുക്കാൻ തുടങ്ങും. ഞാനൊരു ഇച്ചിരി ആഘോഷങ്ങൾ, ഇച്ചിരി ഉത്സവങ്ങളാണ് ക്രിസ്മസിനും ഈസ്റ്ററിനും ഇതൊക്കെ ഒരു ഇച്ചിരി ഞാൻ പണ്ട് വിട്ട് കളഞ്ഞ ഒരു അല്പമൊക്കെ തുടങ്ങി. എൻ്റെ തലമുറ വരുമ്പോ പണ്ട് ഞാൻ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിച്ചത്, വീഞ്ഞു കുടിച്ചത്, എങ്ങനെയാണ് പണ്ട് ക്രിസ്മസ് ആഘോഷിച്ചത്, ആ ആഘോഷങ്ങളെല്ലാം നിങ്ങളുടെ തലമുറ ഈ രാജ്യത്ത് പണ്ട് നമ്മൾ ആഘോഷിച്ചതുപോലെ ആഘോഷിക്കുവാൻ തക്കവണ്ണം ഇടയാക്ക്. കാരണം നമ്മൾ അല്പം നീക്കിക്കളയാൻ പറഞ്ഞത് നീക്കിക്കളയാതെ അവരുടെ ജീവിതത്തിലേക്ക് കൂറ്റെടുത്ത് കൊടുത്തു. നമ്മുടെ ഭവനത്തിലും ഇന്ന് ഇരിപ്പുണ്ട്. നമ്മൾ സിനിമാക്കോട്ടയിൽ സിനിമ കാണാൻ പോകുന്നില്ല, പക്ഷെ നമ്മുടെ വീടെന്ന് സിനിമാക്കോട്ട പോലെയായി. രാത്രി പ്രാർത്ഥിക്കേണ്ട ടൈമില്, കുടുംബ പ്രാർത്ഥന മുഴുവല് 100% കമ്പ്യൂട്ടറിന്റെ മുമ്പിലാ. ഒരു മോൻ അവിടെ, ഒരു മോൾ ഇവിടെ, ഭർത്താവ് ഇവിടെ, എല്ലാവരും ഫോണിൻ്റെ അകത്തിരിക്കുക. ഇന്ന് കുടുംബ പ്രാർത്ഥനകളില്ല, കുടുംബത്തിനകത്ത് ആരാധനയില്ല, കുടുംബത്തിനകത്ത് ദൈവമായുള്ളൊരു ബന്ധമില്ല. ആ രീതിയിൽ കുടുംബത്തിനകത്തേക്കെല്ലാം കുടുംബ പ്രാർത്ഥനയുടെ വചന ധ്യാനത്തിന്റെ സമയം മറ്റുള്ള കാര്യങ്ങളെല്ലാം കയറി കുടുംബങ്ങൾ ഇന്ന്
പേരിന് മാത്രം ദൈവമക്കൾ, പേഴ്സണൽ ലൈഫിൽ ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന അനേക പെന്തക്കോസ് കുടുംബങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഈ രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ എൻ്റെ ജനത്തോട് ഞാൻ സംസാരിക്കുന്നു. എൻ്റെ കർത്താവ് ഒരിക്കൽ നീക്കിക്കളയാൻ പറഞ്ഞതെല്ലാം ഒരല്പമാകട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞതെല്ലാം നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, അടുത്തൊരു തലമുറയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുന്ന തലമുറ. ഇതെല്ലാം ഫുള്ളായി സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് ആരാണ് രക്ഷിക്കപ്പെട്ടവർ, ആരാണ് രക്ഷിക്കപ്പെടാത്തവർ, ജാതികളേത് ദൈവമക്കളേത് എന്നറിയാതെ എല്ലാം മിക്സഡായി ജീവിക്കുന്ന ഒരു കാലഘട്ടം വരുവാൻ പോകുന്നു. അതുകൊണ്ട് 2-ാം ചാപ്റ്ററിൽ യഹോവയുടെ ദൂതൻ, അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോബിമിലേക്ക് വന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തെ നിങ്ങളെ കൊണ്ടുവന്നു. നിങ്ങളോടുള്ള എൻ്റെ നിയമം ഞാൻ ഒരിക്കലും ലംഘിക്കില്ല എന്നും നിങ്ങൾ ഈ ദേശനിവാസികളോട് ഉടമ്പടി ചെയ്യാതെ അവിടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണമെന്ന് കൽപ്പിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കനുസരിച്ചില്ല. നിങ്ങൾ ചെയ്തതെന്ത്? അതുകൊണ്ട് ഞാൻ അവരെ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയുകയില്ല. അവർ നിങ്ങളുടെ വിലാപ്പുറത്തുമുള്ളായിരിക്കും. ഒരു കാലത്ത് നീക്കിക്കളയാത്തതെല്ലാം പിന്നത്തേതിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ശാപമായി, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മുള്ളായി, ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ഭാരമായി വീഴുന്ന ഒരു സമയം വരുമെന്നാണ് അവിടെ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഓർത്ത് ദുഃഖിക്കുക. പരിശുദ്ധാത്മാവ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ഇഷ്ടം പോലെ സ്വീകരിക്കുന്ന ഒരു തലമുറ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ട് പറയുന്നു, മോനെ, നിന്റെ അപ്പനോടും അമ്മയോടും നീക്കിക്കളയാൻ പറഞ്ഞ അതേ വചനം തന്നെയാണ് മോനെ നിന്നോട് പറയുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുക, ഞാൻ നിന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുക. നിന്റെ അപ്പൻ ചെയ്തത് തന്നെയാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. കേരളക്കരയിൽ നിന്ന് അമേരിക്കയിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വചനത്തിന് മാറ്റമില്ല. സെയിം ബൈബിൾ, സെയിം ഉപദേശം, സെയിം നിയമങ്ങൾ തന്നെ അടുത്ത തലമുറയാന്ന് പറഞ്ഞ് അതിനെ മാറ്റി പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, മോനെ, തലമുറയോട് പറയും, നിന്റെ അപ്പനും അമ്മയും ആരാധിച്ച അതേ ദൈവമാണ് തലമുറ നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. നിന്റെ അപ്പനും നിന്റെ അമ്മയും രാജ്യത്ത് വന്നപ്പോൾ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ലായിരുന്നു, കഴിവുകളില്ലായിരുന്നു, പണമില്ലായിരുന്നു. ഇന്ന് ഞാൻ വചനം കേൾക്കുന്ന ഓരോരുത്തരോട് ചലഞ്ച് ചെയ്ത് ഞാൻ ചോദിക്കുക, അപ്പനും അമ്മയും സമ്പാദിച്ച വീടുകൾ, കാറുകൾ ഒന്നുമില്ല, വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്ത് ഉണ്ടാക്കിയ വീടുകൾ, കാറുകൾ, ഇന്ന് ഞാൻ എൻ്റെ തലമുറയോട് ചോദിക്കടാ, മോനെ, നിന്റെ ഡാഡിക്ക് നിന്നെ പോലെ എഡ്യൂക്കേഷനോ പണമോ ഒന്നുമില്ല, അവർ ജീവിച്ച പോലെ നിനക്ക് ജീവിക്കാൻ പറ്റുമോ? എന്നെക്കാൾ നിനക്ക് പണമുണ്ട്, എന്നെക്കാൾ എഡ്യൂക്കേഷൻ ഉണ്ട്, നല്ല ജോലിയുണ്ട്, കാറുണ്ട്. നിനക്കൊരു വർഷം കൊണ്ട് നിന്റെ അപ്പൻ ഒന്നുമില്ലായ്മ ചെയ്തുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? അവർക്ക് പറ്റത്തില്ല. കാരണം അവിടെ കൂടെ ദൈവമില്ല. നമ്മൾ ശനിയാഴ്ച രാത്രി മുഴുവനും നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് ഞായറാഴ്ച രാവിലെ ആ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ആലയത്തിലേക്ക് ഓടി വന്ന് ദൈവത്തെ ആരാധിച്ച് പോയപ്പോ ഇന്ന് തലമുറ വന്നപ്പോ അവർക്ക് ആരാധനയില്ല, അവിടെ കുടുംബ പ്രാർത്ഥനയില്ല, ദൈവമില്ലാത്തത് കൊണ്ട് ഇന്ന് അവർ ശുഷ്കിച്ച് മുരടിച്ചിരിക്കുന്ന അവസ്ഥ. ഇന്ന് രാവിലെ ഈ കർത്താവിന്റെ വചനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കൽ നീക്കിക്കളക എന്ന് പറഞ്ഞത് നീക്കിക്കളഞ്ഞില്ല. പിന്നത്തേതിൽ അത് അവരുടെ ജീവിതത്തിൽ തന്നെ ആ നീക്കിക്കളയാത്തത് വലിയൊരു ശാപമായി, വലിയൊരു വെല്ലുവിളിയായി തീർന്നു. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 6, ഇസ്രായേൽ മക്കൾ പിന്നെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഈ മിദ്യാൻ ഒരു കാലത്ത്
അവരോട് പറഞ്ഞത് മിഥ്യാനെ നീ നീക്കിക്കളയണം, അവിടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളയണം. പക്ഷെ അവർ നീക്കിക്കളഞ്ഞില്ല. അവിടെ ഇരിക്കട്ടെ, ഇച്ചിരി അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. കുറെ വർഷം കഴിഞ്ഞപ്പോൾ ഈ മിദ്യാന്യർ ശക്തന്മാരായി മാറി. വലിയ ശക്തന്മാരായപ്പോൾ ദൈവജനമായിരിക്കുന്ന ഇസ്രായേൽ ജനം അവരുടെ മുമ്പിൽ തോറ്റി അവരുടെ മേൽ ഇവർ ആധിപത്യം സ്ഥാപിച്ചു. ഒരു ചെറിയ ഉദാഹരണം, നമ്മുടെ പിതാക്കന്മാർ ഏക്കർ കണക്കിന് പ്രോപ്പർട്ടിയും വീടുകളും കാറുകളും ഒക്കെ ഉണ്ടാക്കിയെടുത്തു. കാലങ്ങൾ കഴിഞ്ഞ് തലമുറ വന്നപ്പോൾ ദൈവത്തെ അവർ മറക്കാൻ തുടങ്ങി. ദൈവവുമായി വലിയ ബന്ധമില്ലാതായി. അവർ എന്താ ചെയ്തത്? അപ്പൻ ഒരു കാലത്തുണ്ടാക്കിയ വീടുകൾ അവർ വിറ്റു. ആ വീടുകളും കാറുകളും സ്ഥലവും ജാതികൾ വാങ്ങി. ജാതികൾ പ്രബലമായി. ദൈവമക്കളുടെ വീട് ശുഷ്കിച്ച് മുരടിച്ച് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു കാലത്ത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മ വാങ്ങിക്കൂട്ടിയ നിലവും വീടുകളൊക്കെ ജാതികൾ വാങ്ങി വിഗ്രഹാരാധന അവിടെ ആരംഭിച്ചു. അതിന് നടുവിൽ ഇവൻ ഒരു ചെറിയൊരു വീടുമായി ശുഷ്കിച്ച് മുരടിച്ചിരിക്കുന്നു. ഓർക്കണം, ജാതികൾ ആ തലമുറയുടെ മേൽ വാഴുവാൻ തുടങ്ങി. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഭവനത്തിൽ സന്ധ്യാരാധന കുടുംബ പ്രാർത്ഥനയുണ്ടോ? എൻ്റെ ദൈവം നിങ്ങളെ ഒരു സ്ട്രീറ്റിലാക്കി നല്ലൊരു വീട് തന്നു. എന്തിന്? ഇരുള് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് നിന്റെ വീടൊരു വെളിച്ചമായി തീരുവാൻ, ആരാധന വെളിപ്പെടുത്തിയ ഭവനം അവിടെ നിൽക്കുവാൻ ദൈവം ഒരു വീട് നൽകി അവിടെ ആക്കിയിരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൈവമക്കളായ നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയും ഇല്ലേ, ആരാധനയും ഇല്ല, ചർച്ചിൽ പോയെങ്കിലായി, ചർച്ച് പോയില്ലേലായി. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തേക്കും ഡാർക്ക്നെസ് കയറുവാൻ തുടങ്ങി. ഒരു ഉദാഹരണത്തിന്, ഒരു ദൈവാസനൻ വന്ന് പറയുക, പാസ്റ്ററേ, ഞങ്ങളുടെ സ്ട്രീറ്റിൽ 4-5 ബന്ധുക്കോസുകാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് ആരാധനയ്ക്കൊക്കെ പൊക്കൊണ്ടിരുന്നു. ഇന്ന് ഓരോ ബന്ധുക്കോസുകാരുടെ വീടും വിറ്റത് മുസ്ലിങ്ങൾ വാങ്ങി റെഡി ക്യാഷ് കൊടുത്ത് ആ വീടുകളെല്ലാം വാങ്ങി ഇനി ആ സ്ട്രീറ്റിൽ ഞാൻ മാത്രമേ ക്രിസ്ത്യാനിയായിട്ടുള്ളൂ. എൻ്റെ വീടും റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കുവാൻ അവർ തയ്യാറായി നിൽക്കുന്നു. ആ സ്ട്രീറ്റിൽ ഇപ്പോൾ മോസ്കുണ്ട്. അന്യാരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ രാജ്യത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നു. ഒരു കാലത്ത് നിങ്ങളുടെ ഭവനത്തിൽ ആരാധന വെളിപ്പെടുത്തുവാൻ, ആലയത്തിൽ പോയി ആരാധിച്ച് ആ ദേശത്തെ കീഴടക്കുവാൻ നിങ്ങളുടെ കരുത്തിൽ ഏൽപ്പിച്ച നിങ്ങളോ, ഭവനത്തിൽ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ചർച്ചിൽ പോയെങ്കിലായി, പോയില്ലായി. എന്താ സംഭവിച്ചത്? നിങ്ങളുടെ പ്രാർത്ഥന സ്ട്രീറ്റിൽ ഇടത്തും വലത്തും ജാതികൾ വന്ന വീടുകൾ വാങ്ങി അവിടേക്ക് അന്യാരാധന ഉയർന്നു വന്നു. ഒരു 5 വർഷത്തിനു മുമ്പ് ഞാൻ ന്യൂയോർക്കിൽ ശുശ്രൂഷയ്ക്കായി പോകുന്ന കാലഘട്ടത്തിൽ അവിടെ റോഡുകളിലൊന്നും ടെമ്പിളുകളില്ലായിരുന്നു. ഇന്ന് ഞാൻ അവിടെ പോകുമ്പോ കേരളക്കര പോലെ ആ റോഡിന്റെ ഇടത്തും വലത്തും സകല വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് വിവിധ രീതിയിലുള്ള ടെമ്പിളുകൾ കൊണ്ട് നിറഞ്ഞു. ഇന്ന് നിങ്ങൾ മറന്നു പോകരുത്. കണ്ണ് തുറന്ന് നോക്കു ചുറ്റ്. നിങ്ങൾ താമസിക്കുന്ന സ്ട്രീറ്റുകൾ ജാതി ആരാധന ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചർച്ചിൽ പോകാറുണ്ടോ? നിങ്ങൾ ആരാധനയ്ക്ക് നിങ്ങളുടെ തലമുറയെ വിളിച്ചു പോകാറുണ്ടോ? നിങ്ങൾ പോകില്ല. പക്ഷെ ജാതികൾ ടെമ്പിളുകളിൽ, മോസ്കുകൾ കടന്നുപോയി അവർ അവരുടെ ദൈവത്തെ ആരാധിച്ചു. സ്ട്രീറ്റുകളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഈ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് അവർ കയറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണു തുറക്കാനായി ഇന്ന് രാത്രി, ഈ രാവിലെ ഞാൻ പറയുന്നത്. ആമേൻ. മെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കൂ. മെഡിക്കൽ ഫീൽഡിലെ ഡോക്ടേഴ്സ്മാരുടെ ഒരു 70% ഇന്ന് ജാതികളാണ്.
മറക്കുന്നുണ്ടോ? കോളേജ് ക്യാമ്പസിലേക്ക് നോക്കൂ, നല്ലൊരു ശതമാനം ജാതികളാണ് പ്രൊഫസേഴ്സ് ആയിട്ട് കടന്നു വരുന്നത്. സ്റ്റേറ്റുകളിൽ അവർ ആധിപത്യം സ്ഥാപിച്ചു. എന്തേ? ഒരു കാലത്ത് വിശ്വസ്തനെണ്ണി നിങ്ങൾക്ക് വീട് തന്നു, കാറ് തന്നു, നിങ്ങൾ ആ ഭവനത്തിൽ ആരാധന വെളിപ്പെടുത്തുവാൻ നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ദൈവത്തെ മറന്നു, പ്രാർത്ഥനയുമില്ല, ആരാധനയുമില്ലാതിരുന്നപ്പോ ജാതികൾ പ്രബലമായി. നിങ്ങളുടെ തലമുറകളെ ജാതികൾ വശീകരിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. നിന്റെ മക്കളെ ഇന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ പല യൂണിവേഴ്സിറ്റികളിലും ആമേൻ ഇന്ന് ജാതികൾക്ക് ഗ്രൂപ്പുകളുണ്ട്. അവരുടെ തലമുറകൾ എല്ലാ ആഴ്ചയിലും ക്യാമ്പസുകളിൽ ഒരു മുറിയിൽ ഒരുമിച്ച് കൂടി അവർ മറ്റുള്ളവരെ അവിടെ ജാതികളിലേക്ക് ചേർത്ത് കൊണ്ടിരിക്കുന്നു. ടെമ്പിളിലേക്ക് നോക്കൂ, അവിടെ ഇടിച്ചിടിച്ച് ജനം കയറിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ചർച്ചിൽ എത്ര പേരുണ്ട് ഞായറാഴ്ച വരാൻ? ഉപവാസ പ്രാർത്ഥനകൾ എത്ര പേര് വരും? എന്നാൽ മറ്റുള്ളവർ കണ്ണു തുറന്നവർ ഈ രാജ്യത്തെ പിടിച്ചടക്കുവാൻ ഇന്ന് UK എവിടെ കിടക്കുന്നു? ജാതികൾ കൊണ്ട് ആ രാജ്യം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഓരോ രാജ്യത്തിലേക്ക് നോക്കൂ. ഇന്ന് രാത്രി കണ്ണു തുറക്കുവാൻ പരിശുദ്ധാത്മാവിൽ എൻ്റെ ജനത്തെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ജാതികൾ വാഴുവാൻ തുടങ്ങി. ഇവിടെ അല്പമിരിക്കട്ടെ എന്ന് വെച്ചിരുന്ന മിദ്യാനിയർ പിന്നത്തേതിൽ ശക്തി പ്രാപിച്ചു. മിദ്യാനിയരുടെ കീഴിൽ ഈ ദൈവജനമായി തീർന്നു. ദൈവജനം കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കൃഷിഫലം കൊയ്യാൻ സമയമാകുമ്പോൾ മിദ്യാന്യർ കടന്നു വന്ന് ആ ഫലമെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകുകയായി. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. 2-ാം വാക്യം, മിദ്യാൻ ഇസ്രായേലിൽ ആതിഥ്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്റെ നിമിത്തം പർവ്വതങ്ങളിലും ഗഗുകളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനും അമലേക്കരും കടക്ക് ദേശക്കാരും വന്നവരെ അതൊക്കെ വായിക്കുമ്പോൾ ഇന്ന് അവർക്ക് തൊഴിലില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം ജാതികൾ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നല്ല ശതമാനം തലമുറകളെ പിടിച്ചെടുത്തോട്ട് പോയിരിക്കുന്നു. ഇന്ന് പെന്തിക്കോസ് കോളത്തിലും നടക്കുന്ന വിവാഹങ്ങൾ ആണാണോട് പെണ്ണോട് പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബ ബന്ധങ്ങൾ ഈ അമേരിക്കയിൽ ശിഖരമായിക്കൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു അനുഭവസ്ഥനായ ഒരു ദാസൻ എന്ന രീതി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ദൈവത്തെ മറന്നു കഴിഞ്ഞാ ദൈവം വിടുകയില്ല. നിങ്ങൾ ദൈവത്തെ തിരിച്ച് വിളിച്ചേ പറ്റൂ എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ തിരിഞ്ഞു വരും. ഒരു കാലത്ത് ഞാൻ കർത്താവിൻ്റെ കൃപയാ 2 പേർ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നൊരു മകൻ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ല ജോലിയായി, വീടായി, കാറായി. പിന്നെ അവനെ വിളിച്ചാൽ മീറ്റിങ്ങിനൊന്നും വരത്തില്ല. ഓ പാസ്റ്റർ, എനിക്ക് ഭയങ്കര ബിസിയാ, മോനെ കുളിപ്പിക്കാൻ ചെയ്യണം, അത് ചെയ്യണം, ഇത് ബിസി. പല ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിച്ച മോനെ വാടാ. ഓ പിന്നെ വരാന്നേ, എനിക്കിപ്പോൾ സമയമില്ല, ഒന്നിനും സമയമില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോ ജോലിയുടെ അടിസ്ഥാനങ്ങളെ കർത്താവ് കുലുക്കി. അവന് മനസ്സിലായി ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കിയേ പറ്റൂ. ഹല്ലേലൂയ. അവന് മനസ്സിലായി ദൈവത്തിൻ്റെ കടുത്തു വന്ന് മുട്ടുമടക്കേണ്ട സമയമായി. ജോലി തെറിച്ചു കഴിഞ്ഞാൽ അവൻ അറിയാം ജോലി തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ. അവൻ ഞാൻ വിളിച്ചതേയില്ല, സ്വയമായി ഇപ്പം എല്ലാ ഞായറാഴ്ചയും മോനെയും പിടിച്ച് ചർച്ചിൽ വരാൻ തുടങ്ങി. കാരണം അവന് മനസ്സിലായി ഈ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അവനറിയാം എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ ജ്ഞാനം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പണം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വീട്ടിൻ്റെ അകത്തേക്ക് ആഞ്ഞടിക്കുന്നത് കണ്ടപ്പോൾ അവന് മനസ്സിലായി എൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. ഇവിടെ നോക്കൂ, ദൈവം തന്നെ ജനത്തെ 5 വർഷം 3 വർഷം 6 വർഷം ശത്രുക്കന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിനാ? തകരാനല്ല. ദൈവത്തിനറിയാം ഈ ജനം മടങ്ങി വരും. അതിനായിട്ടാ ഏൽപ്പിച്ചു കൊടുത്തത്. ഹല്ലേലൂയ. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറഞ്ഞു തരാം. ഞാനത് അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലരൊക്കെ ഞാൻ വിളിക്കും, മോനെ ഇന്ന് മീറ്റിംഗ് ഉണ്ടടാ, സമയം കണ്ടെത്തി വരണമേ.
വരത്തില്ല. പിന്നെ ഞാൻ പ്രാർത്ഥനാ മുറിയിലിരുന്ന് ഞാൻ കരയും, അപ്പാ അവനെ ദൈവസ്നേഹത്തിലേക്ക് മടക്കി വരുത്തണമേ. ദൈവം മടക്കി വരുത്തുമെന്നേ. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ദൈവം മടക്കി വരുത്തും. മുട്ടുമടക്കാത്തവനെ മുട്ടുമടക്കിപ്പിക്കുവാൻ, കരയാത്തവനെ കരയിപ്പിക്കുവാൻ, മൗനമായി ഇരിക്കുന്നവനെ വാ തുറന്ന് ആരാധിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. തൊടേണ്ട സ്ഥാനങ്ങളിൽ ദൈവം തൊടും. പക്ഷെ തകർത്ത് കളയാനല്ല, നശിപ്പിച്ചു കളയാനല്ല, ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ. പിതാക്കന്മാർ ആരാധിച്ച ദൈവവും ആ ദൈവത്തെ നീയും ആരാധിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ. ഇവിടെ നോക്കൂ, ജാതികൾ കടന്നു വന്ന് അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതെല്ലാം കവർന്നെടുത്ത് കൊണ്ടുപോയപ്പോൾ അവർ ദൈവത്തിൽ നിലവിളിച്ചു, അപ്പാ തെറ്റിപ്പോയി, ഞങ്ങളിതാ മടങ്ങി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം ഉടനെ അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. കുറച്ചുനാൾ വളരെ സ്വസ്ഥയോടെ ദൈവത്തെ ആരാധിച്ച് പിന്നെയും പണവും പ്രതാപമൊക്കെ വന്നപ്പോൾ പതുക്കെ ദൈവത്തെ അങ്ങ് മറന്നുപോയി. ഇങ്ങനായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ സ്വഭാവം. ഇന്നും അത് തന്നെയാ. ഇന്ന് പകൽക്കാലം 2026 പ്രവേശിച്ചിരിക്കുക. നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ വീണ്ടും പറയാം, എൻ്റെ അനുഭവത്തോടു കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ പിടിച്ചിറക്കിയ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ജാതികൾക്ക് എല്ലാവർക്കും ഒരു ജോലി കിട്ടുന്നെങ്കിൽ നിനക്ക് നിന്റെ ദൈവത്തിനൊരു ജോലി ഈ രാജ്യത്ത് തരാൻ കഴിയത്തില്ലയോ? ആമേൻ. നിന്റെ ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടുണ്ടോ? ദൈവത്തിന് നിനക്കൊരു തലമുറ, നിനക്കൊരു ജോലി, നിന്റെ വിസ സ്റ്റാറ്റസിനെ മാറ്റി മറിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ലയോ? കഴിയും. പക്ഷേ നീ ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? വചനത്തിൽ ആവർത്തിച്ച് പറയുന്നു, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് വല്ലതുമുണ്ടോ? ദീർഘക്ഷമയുള്ള മഹാദയുള്ള കരുണാസമ്പന്നനായ ഈ ദൈവത്തെ പോലൊരു ദൈവം ആരുള്ളൂ? ജാതികൾ പോലും ഈ ദൈവത്തിലേക്ക് കടന്നു വരികയാ. നമുക്കിന്ന് ഈ ദൈവത്തെ വേണ്ട. ഈ രാവിലെ അമേരിക്കയിൽ കടന്നു വന്നിരിക്കുന്ന വിശുദ്ധ ജനത്തോട് പറയുന്നു, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ദൈവത്തെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ ഭവനത്തിൽ ആരാധന ഉണ്ടോ? ഒരിക്കൽ നീക്കിക്കളയാൻ പറഞ്ഞത് ഇന്നും പിടിച്ചു വെച്ചിരിക്കുക. നോ. ആ കുടുംബം, ആ വ്യക്തി, ആ കൂട്ടുകാരൻ, എൻ്റെ കൂട്ടുകാരി, അവർക്കത് ചെയ്യാമെന്ന് എനിക്ക് ചെയ്താൽ പാസ്റ്റർമാർ ചെയ്യുന്നു, പിന്നെ എനിക്ക് ചെയ്താൽ എന്താ എന്നൊരു ചിന്ത വരും. നിങ്ങളെ നടത്തുന്ന പാസ്റ്റർമാരും ചിലപ്പോൾ തെറ്റിയെന്നിരിക്കും. പക്ഷേ ഇന്ന് രാവിലെ നിന്റെ കരുത്തിലിരിക്കുന്ന ഏറ്റവും വലിയ പ്രോഫസി എന്താണെന്നറിയുമോ? കയ്യിലിരിക്കുന്ന വേദപുസ്തകമാണ്. വേദപുസ്തകം തുറക്കൂ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രമാണം എന്തുവാ? എൻ്റെ അപ്പൻ്റെ കയ്യിൽ കൊടുത്ത പ്രമാണം തന്നെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നേ. ഞാൻ അമേരിക്കയിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രമാണത്തിനും ഉപദേശത്തിനൊന്നും മാറ്റം വന്നിട്ടില്ല. എന്നാൽ ഒരു കാര്യം, ഇതിനൊരു എൻഡുണ്ട്. അവസാനമായി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ഇരിക്കുക. ഇന്ന് കർത്താവ് വന്നാൽ, ഇന്ന് കാഹളം ധ്വനിച്ചാൽ, കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളധ്വനി കേൾക്കുമ്പോ നിങ്ങൾ വരവിങ്കൽ എടുക്കപ്പെടുമോ? അല്ല, നിങ്ങൾ ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിൽ നിങ്ങൾ മരിക്കുമോ? അതോ അവിശ്വാസം, ദൈവമായി ബന്ധമില്ലാതെ ഇന്ന് നീ മരിച്ചാൽ നിങ്ങളുടെ നിത്യത എവിടെയായിരിക്കും? അനേക ഫ്യൂണറൽ സർവീസ് ഞാൻ പോയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ പോയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം വിശ്വാസത്തിൽ ആരംഭിച്ചു, മരിക്കാൻ സമയമായപ്പോൾ അവർ വിശ്വാസത്തിലല്ല മരിച്ചത്, പിന്മാറ്റത്തിൽ മരിച്ചു. പക്ഷെ ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർക്ക് എഴുന്നേറ്റ് പറയും, ഓ ചർച്ചിലെ തൂണായിരുന്നു, ചർച്ചിലെ ആരായിരുന്നു, ഇതായിരുന്നു. പക്ഷേ അവൻ മരിച്ചപ്പോൾ അവിശ്വാസത്താൽ പിന്മാറ്റത്തിലാ മരിച്ചു വീണത്. കർത്താവിന്റെ വരവെങ്കിൽ അവൻ എടുക്കപ്പെടുകയില്ല. ശ്രദ്ധിച്ചു കേൾക്കണമേ.
നമ്മൾ ഇറങ്ങി തിരിച്ചത് ഈ രാജ്യത്തിലെ വീട്, കാറ്, ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല. എറ്റേണിറ്റി, നിത്യതയ്ക്ക് വേണ്ടിയാണ്. ബാക്കി വീട്, കാറെല്ലാം സെക്കൻഡ് തിങ്ങാ. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും. എന്റെ മരണാനന്തരം ഒരു നിത്യത എനിക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മേടിക്കുവാനായിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും വേർപെട്ടതും നിന്നെ സഹിച്ചതും സമുദായത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചതിന്റെ ഏക ലക്ഷ്യം എറ്റേണിറ്റി, നിത്യതയിൽ പോകാനാ. വഴിയിൽ വെച്ച് എയും തെറ്റിപ്പോകരുത്. അമേരിക്കയിൽ അനേക വ്യക്തികളുടെ ലക്ഷ്യം തെറ്റിപ്പോട്ടിരിക്കുമ്പോ ഈ രാവിലെ വചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണമേ. നിങ്ങൾ ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിൽ മരിക്കുമോ? അല്ല, കർത്താവ് ഇന്ന് വന്നാ കാഹളധ്വനി കേൾക്കുമ്പോ നിങ്ങൾ ഇവിടുന്ന് പറന്നു പോകുമോ? നിങ്ങളെ തന്നെ ശോധന ചെയ്യും. 2026 നിങ്ങളോട് ചോദിക്ക, എന്റെ ക്രിസ്തീയ ജീവിതം എങ്ങനെയുണ്ട്? കർത്താവുമായ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എനിക്കുണ്ടോ? ഞാൻ കർത്താവിന് അകത്ത് പോയാൽ എന്റെ തലമുറ എങ്ങനെയായിരിക്കും? നിങ്ങൾ ചർച്ചിൽ വരുമ്പോൾ നോക്കി നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ കൈയടിച്ച അന്യഭാഷയിൽ ആരാധിക്കുമ്പോ നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ തലമുറ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലയത്തിൽ കയ്യും കെട്ടി വായും കെട്ടി ഇരിക്കുമ്പോ തലമുറ നോക്കുന്നു, ഇതാണോ ആരാധന? വായും കെട്ടി കയ്യും കെട്ടി അപ്പം ഇരിക്കുന്നു. മക്കളും അതുപോലെ ചെയ്യാൻ തുടങ്ങും. നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, എൻ്റെ മകനും പ്രാർത്ഥിക്കണം, ആരാധിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്നോ? നമ്മൾ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മൾ മൗനമായി ഇരുന്നിട്ട് നമ്മൾ കർത്താവേ എൻ്റെ മകനെ അനുഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ എവിടെയും പറയുന്നു, സാംസൺ ജോർജും ഫാമിലിയും കയറി വരിക എന്നല്ല കർത്താവ് വിളിക്കുന്നത്. ഇൻഡിവിജ്വൽ ആ കർത്താവ് വിളിക്കുന്നത്. ഇന്ന് ഞാൻ മരിച്ച ഞാൻ സ്വർഗത്തിൽ പോകുമോ? ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടുമോ? ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് കാന്ത തന്നെ ഒരുക്കുന്നു. ഈ രാവിലെ കർത്താവ് ചോദിക്കുന്നു, അമേരിക്കയിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായോ? ദൈവമായുള്ള ബന്ധം നിനക്ക് നഷ്ടമായോ? കർത്താവുമായുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് നഷ്ടമായോ? ജോലി, വീട്, കാറ്, ഭൗതിക നന്മകൾ കടന്നു വന്നു. വീടിന് വീട്, കാറിന് കാട് വന്നപ്പോ എന്തെങ്കിലും നഷ്ടമായോ കുഞ്ഞുങ്ങളെ? നഷ്ടമായെങ്കിൽ ഈ 2026 നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്ക് നീങ്ങുന്നു. സ്റ്റാർട്ടിങ്ങിലേക്ക് കർത്താവ് പറയുന്നു, കർത്താവിന്റെ വചനത്തിലേക്ക് മടങ്ങി വരിക, കുടുംബത്തിൽ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ, തലമുറകളെയും വിളിച്ച് ആലയത്തിലേക്ക് ഓടി വാ, തലമുറകളെ വിളിച്ചിരുത്തി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കൂ. ഈ രാവിലെ അനേകർ കർത്താവിനെ മറന്നു പോകുമ്പോ ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങൾ കർത്താവിനെ മറക്കരുത്. എറ്റേണിറ്റി, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതോടെ നിനക്ക് വീട് വേണോ, കാറ് വേണോ, ഭൗതിക, ഇതെല്ലാം പിന്നാലെ വന്നുകൊണ്ട്, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നിന്റെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന്. കണ്ണുകളടയ്ക്കാം. ഒരു തകർന്ന ഹൃദയമായിട്ടാണ് ഞാൻ ഈ 2026 ഈ വചനം നിങ്ങളുടെ മേൽ വാരി വിതറുന്നത്. ഇത് കളിയല്ല. ക്രിസ്തീയ ജീവിതം ഒരു തമാശയോ അടിച്ചു പൊളിച്ച് നടക്കുന്നതിനും ഇത് ജീവിതമാ. ജീവിതം. നിങ്ങളുടെ കണ്ണടഞ്ഞു പോയാ ജാതികൾ അവിടെ കണ്ണു തുറന്ന് അവർ ഉണർന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ നടുവിൽ കർത്താവ് നമ്മെ ഉണർത്തുകയാ. ഉണരുക. ഡെൻവർ സഭയെ ഉണരുക. വചനം കേൾക്കുന്ന ദൈവമക്കളെ ഉണരുക. ഉണർന്ന് ദൈവത്തിലേക്ക് അടുത്തുവാ. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനയ്ക്കും മറുപടി കർത്താവ് തരുവാൻ ഇന്നും ശക്തനാ. എൻ്റെ ദൈവം വയസ്സനായില്ല. എൻ്റെ ദൈവത്തിന്റെ കരക്കുറുകി പോയിട്ടില്ല. ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ അനുഭവത്തോടെ വിളിച്ചു പറയുന്നു. അവന്റെ കരക്കുറുകി പോയിട്ടില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഞാൻ ദൈവത്തിനടുക്കലേക്ക് മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്
ഈ പരീക്ഷ വെച്ചിരിക്കുന്നത്, ഈ ടെസ്റ്റ് വെച്ചിരിക്കുന്ന ദൈവത്തിലേക്ക് മടങ്ങി വാ, മടങ്ങി വാ. രക്ഷിക്കപ്പെട്ട നാളിലെ വിശ്വാസമുണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിലെ കണ്ണുനീരുണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കുമ്പോ ഒന്ന് വാവിട്ട് കരയുമപ്പാ, നിന്റെ സ്നേഹത്തിനായി നന്ദി. എന്നോട് കരുണ തോന്നിയല്ലോ. എന്നെക്കാൾ വലിയവർ, വലിയ ശക്തന്മാർ എന്റെ ഭവനത്തിനുണ്ടായിരുന്നിട്ടും അവരെ ഒന്നും വിളിച്ചില്ല. സാധുവായ എന്നെ വിളിക്കുവാൻ എനിക്ക് കരുണ തോന്നിയല്ലോ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കണ്ണുനീരുണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് നമ്മൾ ഓടി വന്ന് മുട്ടുമടക്കുമായിരുന്നു, വേദപുസ്തകം വായിക്കുമായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇന്ന് പ്രാർത്ഥിച്ചില്ലേൽ ഒരു കുറ്റബോധമില്ല, ബൈബിൾ വായിച്ചില്ലേൽ കുറ്റബോധമില്ല, ദൈവത്തെ സ്തുതിച്ചില്ലേൽ കുറ്റബോധം. കാരണം എല്ലാം ഉണ്ട്. കാശിന് കാശ്, വീടിന് വീട്, കാറിന് കാർ. ഈ രാവിലെ കർത്താവ് വിളിക്കുന്നു, കണ്ണുനീരോടെ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വാ, അടുത്തു വാ. ഇന്നും നിന്റെ വിസായുടെ സ്റ്റാറ്റസിനെ മാറ്റുവാൻ, ഭരണകർത്താക്കന്മാരുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കുവാൻ, നിയമങ്ങളെ മാറ്റിവറിപ്പാൻ കഴിവുള്ളവനായ കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളെ വിളിക്കുന്നു. ഇരുമ്പോടാമ്പലിട്ട് താമര കഥകളിട്ട് അടച്ചു പൂട്ടിയ വാതിലുകളെ വെട്ടി തുറന്ന് ഇന്ന് രാവിലെ നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ് ഇന്ന് രാവിലെ വിളിക്കുന്നു. അവൻ അസാധ്യമായത് വല്ലതും ഉണ്ടോ? 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 കണ്ണുനീരോടെ കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് രാവിലെ ഈ സുമിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് വിളിക്കുന്നു, പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. കണ്ണുകളിലേക്ക് തിരിച്ച് കർത്താവിനോടൊന്ന് പ്രതികരിക്കുക. കർത്താവേ, രക്ഷിക്കപ്പെട്ട നാടിലെ ആ രക്ഷയുടെ സന്തോഷവും ആ വലിയ സമാധാനമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. എന്റെ ഹൃദയം കടല് പോലെ തിരമാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്വസ്ഥതയില്ല, പീസ് എന്ന് പറയുന്നത് എനിക്കില്ല. രാത്രികാലങ്ങൾ ഉറക്കമില്ല. കർത്താവേ, സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ഒരിക്കൽ എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആ സമാധാനമില്ല. വചനം വായിക്കാൻ ഒരു സന്തോഷമില്ല, ആരാധിക്കാൻ ഒരു സന്തോഷമില്ല. ഇതെല്ലാം എനിക്ക് മടക്കി തരണം. ആ രക്ഷയുടെ സന്തോഷം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറയ്ക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഈ രാവിലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കാതെ ആരും ഈ സൂം മീറ്റിംഗ് എഴുന്നേറ്റ് പോകരുത്. നിങ്ങളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്ന ആദിവാസന്റെ കരുത്തിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒരു വാക്ക് തിരിച്ച് കർത്താവിനോട് പ്രതികരിക്കാതെ നിങ്ങൾ കടന്നു പോകരുത്. കർത്താവിനോട് നിങ്ങൾ സംസാരിച്ചിട്ട് വേണം ഈ സൂമിൽ നിന്ന് ഇറങ്ങി പോകുവാൻ. ദൈവാസനെ ബാക്കി കാര്യങ്ങൾ ലീഡ് ചെയ്യുക. ദൈവനാമത്തിന് മഹത്വം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവികാലോചന കർത്താവിന്റെ ദാസനിൽ കൂടെ നമ്മളെ കേൾപ്പിച്ചല്ലോ. ഒരു മടങ്ങിവരവിന്റെ ദൂത്. എവിടെ നാം തെറ്റിപ്പോയോ ആ തെറ്റിപ്പോയ സ്ഥാനം തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് അടുത്തു വരുവാൻ, നമ്മിൽ കൂടെ നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കപ്പെടുവാൻ, തലമുറയിലേക്ക് ഈ ദൈവശക്തി വ്യാപരിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യെശയ്യാവ് പറയുന്നത് പോലെ നീയും നിന്റെ തലമുറയും അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഏതിൽ വീണുപോയി, ഞങ്ങൾക്ക് എന്ത് കുറവുകൾ വന്നുപോയി, തന്നതെല്ലാം അങ്ങയുടെ ദാനമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമാകേണ്ടതിന് പകരം ശാപമായോ? നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഈ പകൽക്കാലം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ തെറ്റിപ്പോയ വഴികളുണ്ട്, എന്നിൽ നിന്ന് വന്നുപോയ കുറവുകളുണ്ട്, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായിരിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ് ഈ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ആ സ്നേഹത്തെ നമുക്ക് മാനിക്കാം, ആ കരുണയെ നമുക്ക് ഏറ്റെടുക്കാം, ആ കൃപയെ നമുക്ക് പ്രാപിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ ജോയിച്ചാൻ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതായി.
സ്തോത്രം 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 സ്തോത്രം. കരുണാസമനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, ഈ സാറ്റർഡേ മോർണിംഗിലും കർത്താവെ ഞങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കടന്നു സന്ദർഭം മുതൽ ദൈവത്തിന്റെ മഹാസ്ഥാനത്ത് ഞങ്ങളോടുകൂടെ ഇരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ചുരുക്കം പേരായി തിരുസന്നിധിയിലായിരുന്നെങ്കിലും കർത്താവിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. ഞങ്ങളുടെ അപേക്ഷകളൊക്കെ കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന് നന്ദി കർത്താവേ. ഞങ്ങളുടെ ആവശ്യങ്ങളെയൊക്കെ ദൈവത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവേ, നീ ഞങ്ങൾക്കായി എഴുന്നേൽക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് ദാനിയേലിന്റെ ദൈവം. ഞങ്ങളുടെ ദൈവമാകയാൽ ആ കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പാ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം അടിയങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദാസനെ അതിനായി ബലപ്പെടുത്തിയ കർത്താവേ, ആ വചനത്തിൽ കർത്താവേ ഞങ്ങളോട് അരുളി ചെയ്ത വചനപ്രകാരം ഞങ്ങളായിത്തീരുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ കർത്താവേ. ഞങ്ങളോട് മനസ്സലിഞ്ഞ കർത്താവേ, തിരുവചനാനുസരണം ഞങ്ങളായിത്തീരുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളൊരു മാതൃകയായിരിക്കാൻ, അവരെ ദൈവസന്നിധിയിലേക്ക് നയിപ്പാനുള്ള കൃപ മാതാപിതാക്കന്മാരാകുന്ന ഞങ്ങൾക്ക് തന്ന് കർത്താവ് ഞങ്ങളെ നടത്തണേ അപ്പാ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവിടുത്തെ ആകർഷണ വലയത്തിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ കർത്താവെ. അങ്ങയെ പ്രതിബിംബിപ്പാനുള്ള കൃപ തരണമേ കർത്താവെ. അവിടുത്തെ കാൽച്ചൂടി തന്നെ അവിടുത്തെ വചനാനുസരണം ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന് അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ, ചെറുമക്കൾക്ക് ഞങ്ങളൊരു മാതൃകയായിരിക്കണം കർത്താവെ. നന്ദിയോടെ സ്തോത്രം. ഗ്രാൻഡ് പേരൻസിനെ അവർ ദൈവം എങ്ങനെ നടത്തിയെന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവയെ പോലെ ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ ഭവനവും ഞങ്ങൾ ദൈവത്തെ ആരാധിപ്പാന് കർത്താവിന്റെ കൃപ ഞങ്ങളിൽ പകർന്ന ആകർഷണ വലയത്തിൽ ഞങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ശുശ്രൂഷ ദാസനെ ബലപ്പെടുത്തിയല്ലോ കർത്താവേ. പിന്നെയും ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ മഹാകൃപ അവരോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവേ. അതുകൊണ്ട് എല്ലാ വിഷയവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ സഭയായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ആരാധനയെ സംബന്ധിച്ച് എല്ലാവർക്കായും സ്തോത്രം. അവരുടെ ആവശ്യങ്ങൾ കൂടെ ഇരുന്നവരെ സഹായിച്ചു കൊള്ളണമേ. കൃപയിൽ അവനെ പൊതിഞ്ഞുകൊള്ളണമേ. ചിറകിൻ മറവിൽ അവരെ മറച്ചു കൊള്ളണമേ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. ദൈവകരങ്ങളിൽ ഓരോരുത്തരെയായി സമർപ്പിക്കുന്നു. ഞങ്ങളിലെ രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. ഞങ്ങളുടെ ഭാരങ്ങളെ അകറ്റണമേ കർത്താവേ. നീ ഞങ്ങൾക്ക് കർത്താവേ ആലോചനക്കാരനായി കൂടെ ഇരുന്ന് ഞങ്ങളെ നടത്തിക്കൊള്ളണമേ. കരം പിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൈകിട്ടത്തെ ആരാധനയോടുകൂടി ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ജനങ്ങൾ ഓടിക്കൂടി ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ സഹായിക്കണേ കർത്താവേ. നാളത്തെ സമാരാധനയിൽ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങനെ എല്ലാവിധ വിഷയങ്ങളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് നന്ദി കർത്താവേ. ഒരിക്കൽ കൂടെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇന്നും ശുശ്രൂഷ ദൈവദാസനോടും നമ്മോടുകൂടെ ലോക സകല ശുദ്ധന്മാരോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി കരേറ്റാം. നന്ദിയോട് സ്തോത്രം സ്തോത്രം സ്തോത്രം.